ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലുകൾക്കും നമ്മൾ പോകാൻ പാടില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണിത്. ദൈവാലയമെന്ന് പറയുന്നത് നമ്മളാണ്, നമ്മുടെ ഈ ശരീരമാണ്. ഈ ആലയം വിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായമേ അതിൻ്റെ 18, 19, 20 വാക്യം ഒന്ന് വായിച്ചു കേൾക്കാമല്ലോ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 18, 19, 20. ആറാം അധ്യായം 18, 19, 20. 6-ന്റെ ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താക്കുന്നു. സ്തോത്രം. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താതാങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോഴേ ദുർനടപ്പുകാരെന്ന് സഭകളിലെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഹല്ലേലൂയ. പല വിധത്തിലുള്ള ദുർനടപ്പുകൾ ഹല്ലേലൂയ ഇന്ന് സഭകളിലുള്ളത് കൊണ്ട് ഹല്ലേലൂയ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം സഭകളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പല സഭകളിലും ഹല്ലേലൂയ, സ്തോത്രം, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളെ ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് വിവാഹം കഴിഞ്ഞവരെ സഭകളിൽ വന്ന് കയറുന്നത് കാണാം. ഹല്ലേലൂയ. അവരാ സഭയിലെ സജീവ സാന്നിധ്യങ്ങളാണ്. ഹല്ലേലൂയ. അവരാണ് അവിടെ കൂടുതൽ, സ്തോത്രം, വലിയ സാമ്പത്തിക ഇടപെടലുകളെല്ലാം അവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ദുർനടപ്പുകാരനാണ് ഹല്ലേലൂയ, സ്തോത്രം, ഈ വിശുദ്ധ കൂട്ടായ്മയുടെ മധ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിലെ യാതൊരു പരിഭവവും ആർക്കും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തുവേണ്ടി ദൈവാത്മാവിൻ്റെ സഹിത്വം അങ്ങനെയുള്ള സഭകളിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാളുകളിലെ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമക്കളെ, വളരെ പ്രാർത്ഥിക്കണം. ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ വളരെ പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനല്ല. ഹല്ലേലൂയ. നമുക്കതിനോട് ബന്ധപ്പെട്ട് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുന്ന. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 9, 10, 11 വാക്യം ഒന്ന് വായിക്കുക. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികാരോടോ അരുതേ. ഈ ലോകത്തിലെ ദുർനടപ്പുകാരുമായിട്ട് നമുക്ക് ഇടപെടാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്ത് ജാതികളുടെ അടുത്ത് നമ്മുടെ ആൾക്കാർ ജോലിക്ക് വന്ന് നമ്മളുമൊക്കെ പോകും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിന് ജാതികളുടെ വീടുകളിലൊക്കെ കയറി ഇറങ്ങാറുണ്ട്. അവിടെയൊക്കെ കയറി ലഹല കൊടുക്കുകയും അവിടെ ഇരുന്ന് സുവിശേഷം പറയുകയും അവർ തരുന്ന ചായയൊക്കെ കുടിച്ചിട്ട് പോരുകയൊക്കെ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള സംസർഗങ്ങൾ പാടില്ലെന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? വായിച്ചാട്ടെ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ടവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുതേ. അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുകയും അരുതേ. കണ്ടോ? സ്തോത്രമല്ല. സ്തോത്രം. അവിടെ ചില പ്രത്യേകം സ്തോത്രമല്ല ചിലരെ ഇവിടെ പറയുകയാണ്, ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ
ഭാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരൻ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ ആര് സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കൂട്ടായ്മയ്ക്ക് എല്ലാ ഞായറാഴ്ചയും വന്ന് നമ്മൾ ഇരിക്കുന്ന പായയിലിരിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ പറയട്ടെ, ഇപ്പോൾ പല സഭകളിലും പായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം കസേരയിലാണ്. ഹല്ലേലൂയ. 15 വയസ്സോ 12 വയസ്സുള്ള കുട്ടികൾ പോലും കസേര കയറിയിരുന്ന് കാലിന്മേൽ കാലും വെച്ച് ഹല്ലേലൂയ അവരും ഭയങ്കരമായിട്ട് ആരാധിച്ചിട്ട് പോവുകയാണ്. ദൈവമക്കളെ ഹല്ലേലൂയ, അങ്ങനെയുള്ള സഭകളിൽ ഹല്ലേലൂയ ദൈവമുണ്ടോ, ഹല്ലേലൂയ ദൈവ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കാലിന് സുഖമില്ല, നടുവിന് പ്രയാസമുള്ളവരൊക്കെ ഇരിക്കട്ടെ. അല്ലാത്തൊരു മുഴങ്കാലിലിരുന്ന് ആലിലെ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിലുള്ള ആരാധന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ബുദ്ധിയിലെ ആരാധന, ഹല്ലേലൂയ, ഫാഷൻ, ഹല്ലേലൂയ, സ്തോത്രം, പാശ്ചാത്യ സംസ്കാരങ്ങൾ ആരാധനയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസമേ ഒരു ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു പെന്തക്കോസ്ത് സഭയിൽ കടന്നുപോയി. ഹല്ലേലൂയ. ദൈവമക്കളെ പറയട്ടെ, ഒരു കൈയടിക്കുന്ന ഒരാളില്ല. ഹല്ലേലൂയ. തലയിൽ ആരുടെയും തലയിൽ തുണിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ അവരുടെ വസ്ത്രധാരണങ്ങളൊക്കെയും അല്ലെങ്കിൽ വളരെ മ്ലേച്ഛകരമായ അവസ്ഥയിൽ കാണുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ പറയട്ടെ, ഇതുപോലെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ഹല്ലേലൂയ നമ്മുടെ മലയാള നാട്ടിലെ സ്തോത്രമല്ലിയ സഭകൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ അല്ലെ ഭൂമിയിൽ തിരിച്ചു വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു സംശയം ചോദിച്ചിട്ടാ പോയത്. അതിലെ കാണാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും ദൈവത്തിൻ്റെ ശേഷിപ്പ് ദൈവം സൂക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരില്ല. തീത്തോസ് സ്തോത്രമല്ലേലൂയ 3-ാം അധ്യായം 9, 10, 11 വാക്യം. മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം. മൗഢ്യ തർക്കങ്ങൾ അല്ലെ സഭകളിലൊക്കെ ഈ പറയപ്പെട്ട ജഡികന്മാര് കടന്നു വന്നാൽ അവരൊക്കെ സ്തോത്രത്തിലെ തർക്കങ്ങൾക്ക് പോവുകയാ, അല്ലേലിയ വാദങ്ങൾക്ക് പോവുകയാ, അല്ലേലിയ. അപ്പൊ മൗഢ്യ തർക്കവും അല്ലെങ്കിൽ സ്തോത്രം വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കുക. എന്താണ് അല്ലേലിയ ഈ ജഡ സഹോദരൻ എന്ന് പേർപ്പെട്ടവൻ, അല്ലേലിയ നമ്മൾ പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടവരാണ് ഈ വന്നിരിക്കുന്നത്. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലേലിയ. എന്നിട്ട് വായിച്ചാട്ടെ. ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് 2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. അങ്ങനെയുള്ളവരെ സഭയിൽ നിന്ന് ഒഴിച്ചാൽ ഇവിടെ ആത്മാവിൽ ആരാധന നടക്കും. അല്ലേലിയ. ഭാര്യ ജീവിച്ചിരിക്കെ രണ്ടാമത് കെട്ടിയവനെയൊക്കെ സഭയ്ക്കകത്ത് കയറ്റി വെച്ചാൽ അല്ലേലിയ സ്തോത്രം ദൈവമക്കളെ സഭയിൽ ഉണർവുണ്ടാവത്തില്ല. അല്ലേലിയ. ഇൻ ചെയ്തുകൊണ്ട് വരുന്ന പ്രിയപ്പെട്ടവരെ സഭയ്ക്കകത്ത് കയറ്റിയാൽ, ഹല്ലേലൂയ കളർ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരുന്നവരെ സഭയ്ക്കകത്ത് കയറ്റിയാൽ ദൈവമക്കളെ സഭ വളരത്തില്ല. ഹല്ലേലൂയ. പത്യോപദേശം നഷ്ടപ്പെട്ടിരിക്കുക സഭകളിൽ നിന്ന് പത്യോപദേശം നഷ്ടപ്പെട്ടിരിക്കുക. കളർ വസ്ത്രങ്ങൾ എന്നാണ് ഉണ്ടായത്? ബാബേൽ ഗോപുരം പണിയോടുകൂടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ ഈ നാളുകളിലെ വിശുദ്ധന്മാർ വെള്ള ധരിക്കട്ടെ എന്ന ഹല്ലേലൂയ ഒരുക്കമുള്ളവർ ജയിക്കുന്നവരൊക്കെ വെള്ള ധരിക്കട്ടെ. ഹല്ലേലൂയ. ഇതൊക്കെ തിരുവെഴുത്ത് കിടക്കുമ്പോൾ ഇന്ന് വെള്ള ധരിക്കാൻ ദൈവദാസന്മാർക്ക് പോലും മടിയാണ്. ഹല്ലേലൂയ. ഈ വെള്ള ഉടുപ്പിൻ്റെ പുറത്ത് കറുത്ത ബനിയനിടുന്ന സംസ്കാരം, ഹല്ലേലൂയ സ്തോത്രം, ഇതൊക്കെ സ്തോത്രം പോലെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചിരുന്ന ഉയരുന്ന സംസ്കാരങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ഇതൊന്നും ഹല്ലേലൂയ ദൈവ സാന്നിധ്യം സഭയിൽ വരുത്തുന്നതല്ല. ഹല്ലേലൂയ. ഇതിൽ നിന്നെല്ലാം നാം ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. വായിച്ചാട്ടെ. ഇങ്ങനെയുള്ളവൻ
വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു. തന്നെത്താൻ കുറ്റം വിധിക്കുകയാ അല്ലേ. നമുക്ക് അടുത്തത് റോമാലേഖനത്തിലേക്ക് വരാം. 16-ാം അധ്യായം അതിൻ്റെ 17, 18, 19, 20 വാക്യം വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ വയറിനെ അത്രേ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ തിന്മയ്ക്ക് നന്മയ്ക്ക് ജ്ഞാനികൾ, തിന്മയ്ക്ക് അജ്ഞന്മാർ. അല്ലല്ല ദൈവമക്കളെ, നമ്മള് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാവരുത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. തിന്മ എവിടെയുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടവരാണ്. ഹല്ലേലൂയ. വക്രതയും അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ 2:40 ഇങ്ങനെ പറയുന്നുണ്ട്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം കൊണ്ട് വായിച്ചിട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം ഒന്ന് വായിക്കാമല്ലോ. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണമെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിലെ ക്രമം കെട്ട് നടന്നിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണം എന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ അകലേണ്ടിയ ജീവിതങ്ങളുമായിട്ടൊക്കെ അകലം പാലിച്ച് തന്നെ നമ്മൾ ജീവിക്കണം. ഈ നാളുകളിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിയാൻ പാടില്ല. അതോ നമ്മുടെ മരണമാണോ ആദ്യം സംഭവിക്കുന്നത് നമുക്കറിയാൻ പാടില്ല. നിനയാത്ത നാഴിയിലെ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിനെന്നാണ് തിരുവെഴുത്ത്. ഈ നാളുകളിൽ നമ്മളെ ഒരുക്കമുള്ളവരാകാം. നമ്മളെ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കണം. അടിയനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ വരവ് താമസമാണെങ്കിൽ അടിയൻ ഈ ഭൂമിയിൽ നിന്ന് എപ്പോൾ മാറ്റപ്പെടുന്നെങ്കിലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് അടിയനെ കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുവാൻ കൃപ തരണമെന്ന് എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കും. ദൈവമക്കളെ, നമ്മളെല്ലാവരും മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടവരാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടവരാണ്. നമുക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടമായി. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടരുതേ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, പുണ്യനാമത്തെ ഉയർത്തുന്നു. കർത്താവേ, ദൈവസ്തോത്രം. ഇത്രത്തോളം സമയം ഞങ്ങൾക്ക് വചനവുമായിട്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. ഹല്ലേലൂയ. ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രിയ കേൾവിക്കാർ അറിയേണ്ടതിനായിട്ട് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നന്ദിയോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
കേട്ട പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി അവരെല്ലാം ഒരുക്കണമേ. ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ അവരുടേത് മാറ്റി കൊടുക്കുമാറാകണമേ. ദൈവത്തിൻ്റെ വലിയ സമാധാനം കൊണ്ട് നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ